അന്താരാഷ്ട്ര കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പര കളിക്കാനൊരുങ്ങുകയാണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ. ബംഗ്ലാദേശുമായുള്ള 3 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ ഇരട്ട റോളാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. കരിയറിൽ ഇങ്ങനെയൊരു അവസരം സഞ്ജുവിനെ തേടിയെത്തുന്നതും ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ടുതന്നെ ഇത് ഏറ്റവും നന്നായി തന്നെ പ്രയോജനപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കേണ്ടതുണ്ട്. ദേശീയ ടീമിൽ സഞ്ജുവിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ബംഗ്ലാദേശുമായുള്ള പരമ്പരയിലെ 3 മത്സരങ്ങളിലും അദ്ദേഹം പ്ലേയിങ് 11-ലുണ്ടാവുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ സഞ്ജു കിടിലൻ ഇന്നിംഗ്സുകളുമായി ഇത് നന്നായി മുതലെടുക്കേണ്ടതും ആവശ്യമാണ്. 2015 സിംബാബ്വെക്കെതിരായ T20യിൽ കളിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ അരങ്ങേറിയത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ ആദ്യമായി ഒരു വൈറ്റ് ബോൾ പരമ്പരയിൽ അദ്ദേഹത്തിന് ഇരട്ട റോൾ ലഭിക്കാൻ പോവുകയാണ്. ബംഗ്ലാദേശിനെതിരെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവുന്നതോടൊപ്പം ഓപ്പണറുടെ അധിക ചുമതല കൂടി സഞ്ജുവിനായിരിക്കുമെന്നാണ് സൂചനകൾ. ഇത്തരമൊരു ഇരട്ട റോൾ ഭാവിയിൽ അദ്ദേഹത്തിന് ഇനി ലഭിക്കാനും സാധ്യതയില്ല. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിന്റെ അഭാവവും സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാർ ടീമിൽ ഇല്ലാതിരിക്കുകയും ചെയ്തതാണ് സഞ്ജുവിനെ ഇരട്ട റോളിലേക്ക് അവസരമൊരുക്കിയത്. സ്ഥിരം ഓപ്പണർമാരായ ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ എന്നിവർക്ക് ഇന്ത്യ വിശ്രമം നൽകിയിരിക്കുകയാണ്. മറ്റൊരു ഓപ്പണറായ ഋതുരാജ് ഗെയ്ക്വാദ് ആവട്ടെ ഈ പരമ്പരയിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. അഭിഷേക് ശർമ്മ മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി ഇപ്പോൾ സംഘത്തിലുള്ളത്. അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയാര് എന്ന ചോദ്യത്തിന് ഉത്തരമായി കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കണ്ടുവച്ചിരിക്കുന്നത് സഞ്ജുവിനെയാണ്. ഇതാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തോടൊപ്പം ഓപ്പണിംഗും അദ്ദേഹത്തിലേക്ക് വരാനുള്ള കാരണം. ഇത്തരമൊരു സുവർണാവസരം ഇന്ത്യൻ കുപ്പായത്തിൽ ഇനി സഞ്ജുവിന് ലഭിക്കാനുമിടയില്ല. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കൊപ്പം ഗംഭീര റെക്കോർഡാണ് സഞ്ജു സാംസണിനുള്ളത്. ലഭിച്ച അവസരങ്ങൾ കുറവാണെങ്കിലും അത് ഏറ്റവും നന്നായി അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ T20യിൽ തൻ്റെ പ്രതിഭയോട് ഇനിയും നീതി പുലർത്താൻ മലയാളി താരത്തിന് കഴിഞ്ഞിട്ടില്ല. ഏകദിനത്തിൽ 14 ഇന്നിംഗ്സുകളിൽ നിന്നും 99.60 സ്ട്രൈക്ക് റേറ്റിൽ 56.66 എന്ന തകർപ്പൻ ശരാശരിയിൽ 510 റൺസ് സഞ്ജു നേടിക്കഴിഞ്ഞു. ഒരു സെഞ്ചുറിയും 3 ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും. പക്ഷേ T20യിൽ ഇതിൻ്റെ നേർവിപരീതമാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനമെന്ന് കാണാം. 26 T20 ഇന്നിംഗ്സുകളാണ് സഞ്ജു ഇതിനകം കളിച്ചിട്ടുള്ളത്. 131.36 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത് വെറും 444 റൺസ് മാത്രം. 2 ഫിഫ്റ്റികൾ മാത്രമേ T20യിൽ താരം കുറിച്ചിട്ടുള്ളൂ. T20ക്ക് പറ്റില്ലെന്ന തൻ്റെ പേരിലുള്ള ചീത്തപ്പേര് ബംഗ്ലാദേശിനെതിരെ സഞ്ജു മായ്ക്കേണ്ടതുണ്ട്. അതോടൊപ്പം ദേശീയ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ഈ ഫോർമാറ്റിൽ താൻ അർഹിക്കുന്നുണ്ടെന്ന് തെളിയിക്കുകയും വേണം. ബംഗ്ലാദേശുമായുള്ള T20 പരമ്പര സഞ്ജുവിൻ്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒന്നുകിൽ അദ്ദേഹം മിന്നുന്ന പ്രകടനങ്ങളിലൂടെ ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ പിടിച്ചുവാങ്ങും, അല്ലെങ്കിൽ ടീമിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത വിധം പിന്തള്ളപ്പെടുകയും ചെയ്യും. T20 ഫോർമാറ്റിൽ നേരത്തെയെല്ലാം മധ്യനിരയിലാണ് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ വേണ്ടത്ര ബോളുകളും അദ്ദേഹത്തിന് നേരിടാൻ കഴിയാറില്ല. എന്നാൽ ഓപ്പണിംഗിലേക്ക് വന്നാൽ ആകെയുള്ള 120 ബോളുകളിൽ പകുതിയെങ്കിലും നേരിടാൻ സഞ്ജുവിന് ഉറപ്പായും അവസരം ലഭിച്ചു. T20യിൽ 60 ബോളുകൾ കളിക്കുക എന്നത് ഒരു ബാറ്ററെ സംബന്ധിച്ച് കഴിവ് തെളിയിക്കാൻ ധാരാളമാണ്. അദ്ദേഹത്തെപ്പോലെ അഗ്രസീവായിട്ടുള്ള ഒരു ബാറ്റർക്ക് ഇത്രയും ബോളുകളിൽ നിന്നും സെഞ്ചുറി കുറിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ല. സെഞ്ചുറി തന്നെയായിരിക്കണം ഈ പരമ്പരയിൽ സഞ്ജു ലക്ഷ്യം വെക്കേണ്ടത്.